ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 100% വിജയിക്കും എന്ന ആത്മവിശ്വാസം അറിയിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വയനാട് ലോക്സഭാ മണ്ഡലം. കാരണം മറ്റൊന്നുമല്ല, അവിടെ മത്സരിക്കുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 2019 അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു വയനാട്. അമേഠിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ഒരേ സമയം മത്സരിക്കുന്നു. വയനാട്ടിൽ വലിയ പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു, അമേഠിയിൽ അത്രമാത്രം ഇല്ല എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ 7 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് നേടിയത്. വയനാടിന്റെ രാഷ്ട്രീയ ഭൂമിക കൂടുതൽ തവണയും നിന്നിട്ടുള്ളത് കോൺഗ്രസിന് അനുകൂലമായി തന്നെയാണ്. അവിടെ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അടുപ്പം കൂടുതൽ തോന്നുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി വയനാട്ടിൽ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇക്കുറി വയനാട്ടിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത് കോൺഗ്രസിന് വേണ്ടി വീണ്ടും വയനാടിന്റെ MP തന്നെ രാഹുൽ ഗാന്ധി. CPIക്ക് വേണ്ടി മത്സരിക്കുന്നത് സാക്ഷാൽ D രാജയുടെ ഭാര്യ ആനി രാജ. BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 2019 പോലെ അത്ര എളുപ്പമാകുമോ രാഹുൽ ഗാന്ധിക്ക് ഇക്കുറി? 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇക്കുറിയും നേടുവാനാകുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഏഴ് 7,06,367 വോട്ടുകളോടുകൂടി 2019 വിജയിച്ചു വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രമല്ല കോൺഗ്രസിന് പ്രതീക്ഷയായി മാറിയത്. കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭ കൊണ്ട് തന്നെയാണെന്ന് തീർച്ചയായും പറയാം. BJP 2019 അധികാരത്തിൽ വരരുത് എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തും രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാകും എന്നുള്ള അതിയായ ആത്മവിശ്വാസത്തിന്റെ പുറത്തുമാണ് 20-ൽ 19 UDF വിജയിക്കുവാനുള്ള പ്രധാന കാരണം. രാഹുൽ ഗാന്ധി മുൻപിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് തന്നെ 2019 ജനങ്ങൾ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും ഹൃദയത്തോട് ചേർത്ത് നിർത്തി. അക്കുറി CPIക്ക് വേണ്ടി മത്സരിച്ചത് PP സുനീർ ആയിരുന്നു. 2,74,597 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹം നേടിയത്. 25.24% വോട്ടുകൾ. അതായത് രാഹുൽ ഗാന്ധി 64.94% വോട്ടുകൾ നേടിയ സ്ഥാനത്ത് 25.24% വോട്ടുകൾ മാത്രം CPIയുടെ സ്ഥാനാർത്ഥിയായ PP സുനീർ നേടുമ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി 78,816 വോട്ടുകളിലേക്ക് താഴ്ക്കപ്പെടും. അതായത് 7.25% വോട്ടുകൾ മാത്രം നേടിയ അദ്ദേഹം 13.68% വോട്ടിന്റെ കുറവ് CPIക്ക് ഉണ്ടായ സ്ഥാനത്ത് 23.73% വോട്ടിന്റെ വർധനവാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉണ്ടായത്. അതായത് ഭൂരിപക്ഷം 4,31,770 വോട്ട്, 39.69% വോട്ടിന്റെ ഭൂരിപക്ഷം. രണ്ടാം അംഗം കുറിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വയനാട്ടിലെത്തി. ഊഷ്മളമായ സ്വീകരണമാണ് വയനാടിന്റെ MPക്ക് വയനാട്ടിലെ ജനത നൽകിയത്. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത ആദ്യം മുതലേ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ ഒരു ഉറപ്പ് വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. രാഹുൽ ഗാന്ധി പ്രചരണത്തിനായി വയനാട്ടിൽ എത്തിയതോടുകൂടി രാഷ്ട്രീയ നേതാക്കന്മാരിൽ മാത്രമുണ്ടായിരുന്ന ആവേശം ഇപ്പോൾ സാധാരണക്കാരായ വോട്ടർമാരിലും അനുയായികളിലും എത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ കോൺഗ്രസിന്റെ തരംഗം വീണ്ടും അലയടിച്ചിരിക്കുകയാണ്. എന്നാൽ 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ കരസ്ഥമാക്കിയ രാഹുൽ ഗാന്ധിയുടെ പഴയ കരുത്ത് ഇക്കുറി വയനാട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതത് പാർട്ടികളിലെ വളരെ ശക്തരായവർ തന്നെയാണ്. ഒന്ന് D രാജയുടെ ഭാര്യ ആനി രാജ, മറ്റൊന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ. അപ്പോൾ അതത് പാർട്ടികളുടെ വോട്ടുകൾ കൃത്യമായി അവരുടെ നേതാക്കന്മാരിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ ഏറെ ആയതുകൊണ്ട് തന്നെ 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടി എന്ന വലിയ ഒരു നേട്ടം ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ട്, കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു ആത്മവിശ്വാസം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം 2024 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നരേന്ദ്രമോദി 400-ൽ കൂടുതൽ വോട്ടുകളോടുകൂടി അധികാരത്തിൽ വരുമെന്ന ഒരു വാർത്ത കാര്യമായി തന്നെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് 2019 രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു ജനപിന്തുണ 2024 ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ കൂടി മത്സരിച്ചിരുന്നു രാഹുൽ ഗാന്ധി. ഇത്തവണ അമേഠിയിൽ മത്സരിക്കുന്നില്ല. സ്മൃതി ഇറാനി പലതവണ വെല്ലുവിളിച്ചിട്ടും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുവാൻ സമ്മതം അറിയിച്ചില്ല. വയനാട്ടിലേക്ക് തന്നെ എത്തി, അതായത് തൻ്റെ ശക്തി കേന്ദ്രത്തിൽ തന്നെ. വയനാട്ടിൽ നിന്നാൽ വിജയം ഉറപ്പാണ് എന്ന് അദ്ദേഹത്തിന് തീർച്ചയായും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അമേഠിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് വയനാട്ടിൽ മാത്രം നിലയുറപ്പിക്കുന്നത്. അതുമാത്രമല്ല, വയനാടിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുമുണ്ട് രാഹുൽ ഗാന്ധി. പലതവണ വയനാട്ടിലെത്തിയതും വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടി തന്നെയായിരുന്നു. അതൊക്കെ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന ആത്മവിശ്വാസം കൂടുതലാണ്. എന്നാൽ ഒരു ഭയവും വേണ്ട രാഹുൽ ഗാന്ധിക്ക് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെയും വിശ്വാസം. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ 2019 19 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. എന്നാൽ 2024 രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമ്പോൾ 20 സീറ്റുകളും നേടുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയ ആലപ്പുഴയിൽ മത്സരിക്കുവാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായ, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ മലയാളിയായ AICC ജനറൽ സെക്രട്ടറിയായ സാക്ഷാൽ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണ് എന്ന ആത്മവിശ്വാസം കോൺഗ്രസ്സുകാർക്കുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ 2019 ഉണ്ടായ അതേ തരംഗം വീണ്ടും കേരളത്തിൽ അലയടിക്കുകയും 2024 KC വേണുഗോപാലിലും വിജയിക്കുന്നതോടുകൂടി 20 സീറ്റുകളും കോൺഗ്രസിന് നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇനി ആനി രാജ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വനിതാ നേതാവ് D രാജയുടെ ഭാര്യ. രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയായിരിക്കണം ആനി രാജ വയനാട്ടിൽ മത്സരിക്കുവാനെത്തിയത്. വളരെ നേരത്തെ തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തൻ്റെ പ്രചരണ പരിപാടികളുടെ ആദ്യഘട്ടം ആദ്യം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും തൻ്റെ നിലപാടും രാഷ്ട്രീയവും വ്യക്തമായി പറയുവാനും സാധിച്ചിട്ടുണ്ട്. മോശമല്ലാത്ത തരത്തിൽ സ്ത്രീകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ വോട്ടുകളെ തന്നിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ട് കൃത്യമായ വോട്ടുകൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും, അല്ല രാഹുൽ ഗാന്ധിയെ കടത്തിവെട്ടി വയനാട്ടിൽ വിജയിച്ചു വരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ആനി രാജയ്ക്കുണ്ട്. ആനി രാജ ആ ആത്മവിശ്വാസം 7 നിയോജക മണ്ഡലങ്ങളിലും പ്രകടമാക്കുന്നതുമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പലർക്കും മുൻപിൽ ആത്മവിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും പറയുന്ന ആനി രാജയ്ക്കും വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ജനങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ തവണ PP സുനീറിന് ലഭിച്ച 2,74,597 വോട്ടുകൾ ഇക്കുറി അതിലും ഏറെ കൂടുമെന്ന ആത്മവിശ്വാസം ആനി രാജയ്ക്കുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ കടത്തി വെട്ടിയേക്കാമെന്ന വിശ്വാസവുമുണ്ട്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഇന്ന് തന്നെയാണ് ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. BDJSന് നൽകിയിരുന്ന വയനാട്ടിലെ സീറ്റ് ഇക്കുറി BJP ചോദിച്ചു വാങ്ങി. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അവിടെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ സ്മൃതി ഇറാനി മത്സരിക്കുമെന്ന വാർത്ത ആദ്യം പറഞ്ഞിരുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ച് അതേ സ്മൃതി ഇറാനിയെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ഭൂരിപക്ഷം കുറയ്ക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യാമെന്ന ഉദ്ദേശമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അബ്ദുള്ള കുട്ടിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാമെന്നൊരു തീരുമാനം വരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെ കളത്തിലിറക്കിയിരിക്കുകയാണ്. അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരായ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുവാൻ മടിയുള്ള സാഹചര്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് പ്രതികൂലമായ ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. എന്നാൽ K സുരേന്ദ്രനാകുമോ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിക്കുവാൻ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. K സുരേന്ദ്രന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാൻ റോഡ് ഷോയ്ക്ക് വേണ്ടി നാളെ കേരളത്തിലെ വയനാട്ടിൽ എത്തിച്ചേരുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ വെള്ളം കുടിപ്പിച്ച് തോൽപ്പിച്ച സ്മൃതി ഇറാനി തന്നെയാണ്. സ്മൃതി ഇറാനി വയനാട്ടിൽ എത്തുന്നതോടുകൂടി 7 ലക്ഷം എന്ന ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മലർത്തിയടിക്കുവാൻ സാധിക്കുകയോ ചെയ്യാമെന്ന ആത്മവിശ്വാസമാണ് BJP ഉള്ളത്. എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു ആന മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ K സുരേന്ദ്രൻ പല പ്രസ്താവനകളും നടത്തിയെങ്കിൽ പോലും K സുരേന്ദ്രനെ കൊണ്ടാകുമോ ദേശീയ മുഖമായ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിയെ നിലംപരിശാക്കുവാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJP വയനാട്ടിൽ ഇക്കുറി ഇറക്കിയിരിക്കുന്നത് അവരിൽ ശക്തനായ ഒരാളെ തന്നെയാണ്. ഇടതുപക്ഷവും ഒട്ടും പിന്നിൽ തന്നെയല്ല. ശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് ശക്തമായ നിലപാട് പറഞ്ഞുകൊണ്ട് ആനി രാജ എന്ന വനിതാ നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷം വയനാട്ടിൽ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഭാരത് ജോഡോ യാത്ര എന്ന മഹത്തരമായ യാത്രയോടുകൂടി ഇന്ത്യയിൽ വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിന്റെ കച്ചവടം തുറക്കുവാൻ വന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഇവർ രണ്ടുപേരും ഒരു ഒത്ത എതിരാളികളാണോ എന്ന് ചോദിച്ചാൽ
അതിന് മറുപടി ഇല്ല എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ 4 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഇക്കുറി എത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ 4 ലക്ഷം എന്നുള്ളത് കുറയുവാനും സാധ്യതകൾ ഏറെയാണ്.